വയനാട് പച്ചിലക്കാടിന് സമീപം പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ. കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് വനംവകുപ്പ് പുറത്തിറക്കി. തെരച്ചിലിനായി കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇതിനിടെ പ്രദേശത്ത് നിന്ന് കാണാതായ വയോധികനെ കണ്ടെത്തി. വനംവകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് വയോധികനെ കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. സുർജിത്തെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ആ വാഹനത്തിലെ അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ കേട്ടു. ആ പ്രദേശത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കടുവയെ പേടിച്ച് കുറച്ചു നേരം മാറി നിന്ന ഒരു വയോധികൻ, അപ്പോൾ അദ്ദേഹത്തെ കാണാതായപ്പോൾ കുറച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരികെ കിട്ടി, ഇതായിരുന്നു കാരണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോഴെന്താണ് ഏറ്റവും പുതിയ വിവരം? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇവിടെ ഒരു വലിയ സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. DFO വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5 റേഞ്ച് ഓഫീസർമാർ, ഹരിലാൽ, റോസ്മേരി, രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ കൽപ്പറ്റ റേഞ്ച് ഓഫീസറായിട്ടുള്ള ഹാഷിഫ്, പുൽപ്പള്ളി റേഞ്ച് ഓഫീസറുള്ള രാജീവ് ഉൾപ്പെടെയുള്ള 5 റേഞ്ച് ഓഫീസർമാരുടെ വലിയ രീതിയിലുള്ള ഒരു വനംവകുപ്പ് ടീം തന്നെ ഇവിടെയുണ്ട്. പോലീസുണ്ട്. എന്തായാലും ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ആ പ്രദേശം, അത് ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശം തന്നെയാണ്. ഇവിടെ നിന്ന് അത് നേരെ ഒരു കുന്നിൻപുറത്തേക്ക് മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്ക എന്ന് പറയുന്നത് ഇതൊരു വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശമൊന്നുമല്ല. ഒരു 5 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ അകലെയാണ് പാക്കം വനമേഖല ഉള്ളത്. ഒരുപക്ഷെ അവിടെ നിന്നിട്ട് ഇറങ്ങി വന്നാകാം എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. ഇപ്പോൾ ഈ പ്രജനന കാലം കൂടിയാണ്. ഈ ഒരു കാലത്ത് സ്വാഭാവികമായും കടുവകൾ ഇറങ്ങുക എന്നുള്ളത് ഇത്തരത്തിലുള്ള അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതായത് 2023 ഡിസംബർ മാസത്തിൽ, ഡിസംബർ 9-ാം തീയതിയാണ് ഈ വാഗേരി മൂടക്കൊലിയിൽ പ്രജീഷിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഈ വർഷം തന്നെ ജനുവരി മാസത്തിലാണ് ഈ പഞ്ചാരക്കൊലിയിൽ സമാനമായൊരു അനുഭവം രാധയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതൊക്കെയാണ് ഈ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ള കാര്യം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒന്നുകിൽ പിടികൂടുക എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തോട്ടം മേഖല അടക്കം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ബിനു എന്ന് പറയുന്ന ഈ മേഖലയിലുള്ള ഒരു ഉന്നതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആണ് ഇതിനെ കടുവയെ ആദ്യമായി കാണുന്നത്. അതായത് പശുവാണെന്ന് ആദ്യം കരുതി, പിന്നീട് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപ്പോഴാണ് അത് കടുവയാണെന്ന് വ്യക്തമായത്. കടുവ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അദ്ദേഹം ബഹളം വെച്ചു. തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും എല്ലാം തന്നെ വിവരം അറിയിച്ചത്. ആ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തി. അത് പ്രധാനമായും പഗ്മാർക്കാണ് പരിശോധിച്ചത്. പഗ്മാർക്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ കടുവയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി. ഇതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ ഉയർന്നു. അതായത് ഇത് മുകളിലുള്ള തോട്ടത്തിൽ ഒരാൾ ജോലി ചെയ്തിരുന്നു. ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജോണി എന്നയാളുടെ തോട്ടത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ആ ബേബിയെ കാണാതായി എന്നുള്ള തരത്തിലുള്ള വിവരം പുറത്തു വന്നു. അതോടുകൂടി ആശങ്ക ഇരട്ടിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് പരിശോധന നടത്തി. ആ പരിശോധനയിൽ അദ്ദേഹത്തെ അവിടെ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും പ്രദേശത്തെ നിയുക്ത വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുകയാണ്. വിജിഷ നമ്മോടൊപ്പം ചേരുകയാണ്. അജിഷ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? ഇപ്പം കടുവ മേലെ ഭാഗത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് അവർ തിരയുന്നുണ്ട്. അപ്പം ഇനി അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാക്കി മേൽത്തലത്ത് വിളിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം എടുക്കാമെന്നാണ് സാർമാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വലിയൊരു ആശങ്കയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുറ്റിലും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് 3-3:30 ആകുമ്പോഴത്തേക്ക് പിള്ളേർ എത്തുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഇവിടെ ആദിവാസി ഊരുകൾ നിറച്ചും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയാസം തന്നെയാണ്, ഭീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഇതിനെ പിടികൂടാനോ അല്ലെങ്കിൽ വനമേഖലയിലേക്ക് പറഞ്ഞേക്കാനോ സാധ്യമാകട്ടെ എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രത്യാശയാണ് ആളുകളെ സംബന്ധിച്ചുമുള്ളത്. നടപടിക്രമങ്ങൾ വേഗത്തിലായിട്ടുണ്ട്. കാരണം അത്രയും വേഗത്തിൽ തന്നെ ഇത്രയും 5 റേഞ്ച് ഓഫീസർമാർ ഇവിടേക്ക് എത്തുന്നു. കാപ്പിത്തോട്ടത്തിൽ അങ്ങനെ ഡ്രോൺ നിരീക്ഷണം തുടരുകയാണ്. ആൾക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.